മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ പണം വാരിപ്പടം, അതും ഒരു ഫീമെയിൽ സെൻട്രിക് സൂപ്പർ ഹീറോ മൂവി. ലോക എന്ന സിനിമ ഒരു അത്ഭുതമാകുന്നത് അവിടെയാണ്. ലോക ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് ആണെന്നതിൽ ഒരു സംശയവുമില്ല. പുറത്ത് നമ്മൾ ഒരുപാട് ഫീമെയിൽ സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇതാദ്യമാണ്. എന്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ഒരു മാസീവ് ഹിറ്റായി മാറിയത്? ശരിക്കും അത്രയ്ക്ക് സംഭവമാണോ ഈ സിനിമ? ലോക സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഈ സൂപ്പർ ഹീറോ സിനിമകൾ ഒരു ഫൺ റൈഡ് പോലെയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാന്റസി വേൾഡിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചില അഡ്രിനാലിൻ റഷ് റൈഡൊക്കെ നടത്തി ഒരു ഇറങ്ങിപ്പോരൻ. പക്ഷെ ഇത്തരം സിനിമകൾക്ക് പലപ്പോഴും വളരെ വ്യക്തമായ ഒരു ഫോർമുല ഉണ്ടായിരിക്കും. ഒരു സൂപ്പർ ഹീറോയുടെ ജനനം, അയാളുടെ മോട്ടീവ്, അയാളുടെ ശക്തി ആൻഡ് ബലഹീനത, ഒരു ഗംഭീര വില്ലൻ, പിന്നെ ഒന്നുകൂടി വിപുലീകരിച്ചാൽ കുറച്ചധികം മറ്റു സൂപ്പർ ഹീറോസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആകും. അങ്ങനെ ആ വ്യക്തമായ ഫോർമുല പിൻപറ്റി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ലോകയും. ആ ഒരു വേൾഡ് ബിൽഡിംഗ് മാത്രമാണ് നമുക്ക് ലോകയിലും കാണാൻ കഴിയുക. പക്ഷെ ഇനി അങ്ങോട്ട് എത്ര സിനിമകൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെയാണ് ലോകയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ചധികം കഥാപാത്രങ്ങളെ പറ്റി ചുമ്മാ ഒന്ന് പറഞ്ഞു പോവുകയും ചെറുതായി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ലോകയിൽ. ഇനി അങ്ങോട്ട് ഇവരുടെയൊക്കെ തനി കഥകൾ ഉണ്ടാക്കാൻ പാകത്തിന്. പക്ഷെ അതിലെ ആദ്യത്തെ ചാപ്റ്റർ ചന്ദ്ര എന്ന കള്ളിയങ്കാട്ട് നീലിയെ കുറിച്ചായതും അതൊരു വൻ വിജയമായതും ഈ ഒരു യൂണിവേഴ്സിന്റെ സ്കോപ്പ് വല്ലാതെ കൂട്ടുന്നുണ്ട്. സിനിമയിലേക്ക് വന്നാൽ യക്ഷി, വാമ്പയർ, വൈറസ് ബാധ, ഇത് മൂന്നും ചേർന്ന ഒന്നാണ് ചന്ദ്ര. വാമ്പയർ എന്നത് സോംബിയൊക്കെ പോലെ ഒരു വൈറസ് ബാധയാണെന്ന ആ ഒരു തോട്ടൊക്കെ മലയാളത്തിൽ പുതുമയുള്ള ഒന്നാണ്. ചന്ദ്രയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു മിസ്റ്റീരിയസ് ഓറ, ചന്ദ്രയുടെ സ്ഥായിയായ അഭാവം, പിന്നെ കോസ്റ്റ്യൂം ഒക്കെ ഒരു ഗോത്തിക് വൈബ് സിനിമയ്ക്ക് നൽകുന്നുണ്ട്. ഒപ്പം ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിന്റെ രാത്രി ദൃശ്യങ്ങളും ആർക്കിടെക്ചറും. വിഷ്വലി റിച്ചായ ഒരു സിനിമയാണ് ലോക. കറുപ്പും ചുവപ്പും കലർന്ന ചന്ദ്രയുടെ കോസ്റ്റ്യൂമിൽ പോലും ആ ഒരു നിഗൂഢ ഭംഗിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിഷ്വലി സിനിമയുടെ ആ ഒരു വൈബ് നൽകുന്നതിൽ ലോക 100% സക്സസ് ആണ്. പക്ഷെ കഥയിലേക്ക് വന്നാൽ ചന്ദ്രയുടെ ജീവിത ലക്ഷ്യം, അഥവാ ഒരു സൂപ്പർ ഹീറോയുടെ ജീവിത ലക്ഷ്യം, ചന്ദ്രയുടെ വരവിന് പിന്നിലെ ഉദ്ദേശം, ഇതൊക്കെ അത്ര ക്ലിയർ ആയി സിനിമ കാണിക്കുന്നില്ല. സംഭവം ഈ സിനിമ ഒരു വേൾഡ് ബിൽഡിംഗ് മാത്രമാണ്. എങ്കിൽ പോലും ഓരോ സിനിമയ്ക്കും ഒരു പ്ലോട്ട് വേണം, അതിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരൊറ്റ സിനിമ എന്ന രീതിയിൽ നോക്കിയാൽ ലോക പൂർണ്ണമല്ല. ഒരു പൂർണ്ണത അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ് ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയ ഒരേ ഒരു നെഗറ്റീവ്. എന്നാൽ പോലും മാടൻ, ചാത്തൻ, നീലി എന്നിവരെയൊക്കെ ഇങ്ങനെ ഒരു മോഡേൺ വേർഷനിൽ കാണുന്നതിന്റെ ഒരു രസം സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. നസ്ലീന്റെ കഥാപാത്രം ആസ് യൂഷ്വൽ നസ്ലീൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. മുൻപ് അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇതിലേതും എന്നൊരു തോന്നലുണ്ടായി എന്ന് മാത്രം. കല്യാണി പ്രിയദർശന്റെ ഇമ്മോർട്ടൽ കഥാപാത്രം ലോകം കുറെ കാലം കണ്ട് മനസ്സ് മരവിച്ച ഒരാളുടെ എക്സ്പ്രഷൻ നന്നായി തന്നെ തരുന്നുണ്ട്. എന്റെ ഒരു സംശയം, ഈ വവ്വാൽ കടിച്ചതിന് ശേഷം ഇമ്മോർട്ടൽ ആയാൽ അത് കഴിഞ്ഞ് യൗവനമാവുന്നവരെ വളർന്നു, അതിനുശേഷം വളർച്ച നിന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു മെക്കാനിസം എന്നതാണ്. കാരണം നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരാളാണെങ്കിലും ആളിപ്പോഴും യങ് ആണല്ലോ. ഇനി വവ്വാൽ കടിച്ച ഉടനെ പ്രായമാകൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും കുട്ടിയായി തന്നെ കാണണമല്ലോ. അല്ലെങ്കിലും ഫാന്റസി കഥകളിൽ ഇത്തരം സംശയങ്ങൾക്ക് വലിയ അർത്ഥമില്ലല്ലോ. ടോവിനോയുടെ ചാത്തൻ നല്ല മിസ്റ്റീവിയസ് ചാത്തനാണ്, അതും കൊള്ളാമായിരുന്നു. നീലിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച ആ കുട്ടി വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ വില്ലന്റെ പെർഫോമൻസും ആ ഒരു ഇമ്പാക്ട് നന്നായി തന്നു. സംഭവം ഈ സിനിമ കാണുമ്പോൾ ചില ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളൊക്കെ പലരുടെയും മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമറിഞ്ഞു കാണും. പക്ഷെ എനിക്ക് ഓർമ്മ വന്ന വേറൊരു സിനിമയുണ്ട്. നായികയ്ക്ക് എത്ര കാലം കഴിഞ്ഞാലും പ്രായം കൂടാത്ത ഒരു ഹോളിവുഡ് സിനിമയുണ്ട്. ദ ഏജ് ഓഫ് അഡലൈൻ എന്നാണ് സിനിമയുടെ പേര്. ഒരു ആക്സിഡന്റിന് ശേഷം 29 വയസ്സിൽ അങ്ങ് സ്റ്റക്കായി പോകുന്ന നായിക. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നായികയെ കാണാൻ 29 തോന്നും. അതുകൊണ്ട് നായിക ഓരോ സ്ഥലത്തും ഒരു നിശ്ചിത സമയമേ നിൽക്കൂ, പിന്നെ അവിടുന്ന് മാറും വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ഐഡന്റിറ്റിയിൽ. അങ്ങനെ കുറേയധികം പ്രണയങ്ങളും ഉണ്ടാകും. കാരണം പ്രണയിക്കുന്നയാൾ വയസ്സായി മരിച്ചാലും നായിക 29 അങ്ങനെ ജീവിക്കുമല്ലോ. ചന്ദ്രയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. ചന്ദ്രയുടെ മുൻ കാമുകനെ കുറിച്ചും സിനിമയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ജീവിതം ജീവിച്ചു തീർത്ത് ഇല്ലാതാകുമ്പോഴും വീണ്ടും ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നത് ശരിക്കും എന്ത് ദുരന്തമാണല്ലേ. പക്ഷെ ചന്ദ്രയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. ഹൃദയത്തിൽ അല്ലെങ്കിൽ തലയ്ക്ക് പുറകിൽ കുത്തിയിറക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ സിമ്പിളായി മരിക്കാവുന്നതേ ഉള്ളൂ. അതായത് മടുക്കുമ്പോൾ നിർത്താം. ആ സ്ഥിതിക്ക് ജീവിതത്തോട് ഇത്രയും വിരക്തി ആ കഥാപാത്രത്തിന് വേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായാലും OTTക്ക് നൽകാൻ കഴിയില്ല. കാരണം പല സംഭവങ്ങളും അപ്പോഴേക്കും സ്പോയിലറായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ കിളിയെ സോങ്ങിന്റെ പ്ലേസ്മെന്റ് പോലും തിയേറ്ററിൽ ആദ്യമായി കാണുന്നതിന്റെ ഒരു എഫക്ട് OTTയിൽ കിട്ടില്ല. പിന്നെ ഒന്നും അറിയാത്ത കുറെ കമാൻഡോകളെ നല്ലവളായ ചന്ദ്ര ക്ലൈമാക്സിൽ തീർത്ത് കളയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്, ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് ആണ്, വിഷ്വലി റിച്ചായ സിനിമയാണ്, നായിക പദവിയുടെ ആ ഒരു രീതി തന്നെ തെറ്റിച്ച സിനിമയാണ്, ഒരു ഫാന്റസി സിനിമ എന്ന രീതിയിൽ എന്റർടൈനിങ്ങുമാണ്. സ്വാഭാവികമായും ഹോളിവുഡ് സിനിമകളുടെ ഇൻസ്പിറേഷൻ നന്നായിട്ടുണ്ട്. കുറെ ഹോളിവുഡ് സിനിമകൾ കണ്ട് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയി എടുത്ത ഒരു മലയാളം സൂപ്പർ ഹീറോ മൂവി, അത് നല്ല വൃത്തിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ലോക എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.